ഹലോ മക്കളെ, നമുക്കെല്ലാവർക്കും അറിയാമല്ലേ, ഇത്തവണ 10ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കെല്ലാം മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം വരെ പഠിച്ച ടെക്സ്റ്റ് ബുക്കല്ല നമ്മളിനി പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ, ബയോളജി ടെക്സ്റ്റ് ബുക്കിൽ പാർട്ട് 1 3 ചാപ്റ്റേഴ്സാണുള്ളത്. ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ പേരാണ് ജനറ്റിക്സ് ഓഫ് ലൈഫ്, സെക്കൻഡ് ചാപ്റ്ററാണ് പാർട്സ് ഓഫ് ഇവല്യൂഷൻ, തേർഡ് ചാപ്റ്ററാണ് ബിഹൈൻഡ് സെൻസേഷൻസ്. സാധാരണയായിട്ട് ഈ ചാപ്റ്റേഴ്സൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവാറുണ്ട് ടെക്സ്റ്റ് ബുക്കിൽ, പക്ഷേ അവസാന ഭാഗങ്ങളിലേക്കാണ് ഉൾക്കൊള്ളിച്ചിരിക്കാറ്. പക്ഷേ ഇത്തവണ അത് മുന്നിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. അതിനും പ്രാധാന്യമുണ്ട്. കാരണം ഇന്ന് ഒരുപാട് സ്റ്റഡീസ് നടക്കുന്നൊരു മേഖലയാണ് ജനറ്റിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഈ വളർന്നു വരുന്ന തലമുറയും യുവതലമുറയും ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ബോധവാന്മാരാവണമെങ്കിൽ നമ്മുടെ പാഠപുസ്തകങ്ങളിൽ ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്യേണ്ടതല്ലേ. അതുകൊണ്ടാണ് ഇത് ഫസ്റ്റ് ആക്കിയിരിക്കുന്നത്. പിന്നെ ഒരു പ്രത്യേക കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ജനറ്റിക്സ് പഠിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എല്ലാവർക്കും അല്ല, ചില കുട്ടികൾക്ക് ഇത് പഠിക്കാൻ ബുദ്ധിമുട്ടായിട്ട് തോന്നാറുണ്ട്. പക്ഷെ പഠിച്ചെടുത്താൽ മറന്നു പോകാത്തൊരു ഏരിയയാണ് ജനറ്റിക്സ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ മക്കളെല്ലാവരും ക്ലാസ് ശ്രദ്ധിച്ച് കേൾക്കണേ. അപ്പോൾ നമ്മൾ ജനറ്റിക്സ് പഠിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട അടിസ്ഥാന കാര്യങ്ങളാണ് എന്താണ് ജനറ്റിക്സ് എന്നതും, എന്താണ് ജീൻ എന്നതും, എന്താണ് DNA എന്നതും ഒക്കെ. അപ്പോൾ അടിസ്ഥാനപരമായിട്ട് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ജനറ്റിക്സ് നന്നായിട്ട് പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യമായിട്ട് ജീനിൻ്റെ ഡെഫിനിഷൻ നമുക്ക് എന്താണെന്ന് നോക്കാം. ജീൻ എന്ന് പറഞ്ഞാൽ, ജീൻ ഈസ് എ ഫണ്ടമെൻ്റൽ യൂണിറ്റ് ഓഫ് ഹെറിഡിറ്റിയുടെ പാരമ്പര്യത്തിൻ്റെ അടിസ്ഥാന ഘടകങ്ങളാണ്. എ segment of DNA that carries instructions for building proteins or functional DNA. A segment of DNAയുടെ ഒരു ചെറിയ കഷ്ണമാണ്. അത് എന്തിനുള്ള ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസ് ക്യാരി ചെയ്യുന്നു? ബിൽഡിംഗ് പ്രോട്ടീൻസ് നിർമ്മിക്കാനോ അല്ലെങ്കിൽ ഒരു ഫങ്ഷണൽ RNA നിർമ്മിക്കാനോ ആവശ്യമായ ഇൻഫർമേഷൻസ് അടങ്ങിയ DNAയുടെ സ്മോൾ ഫ്രാഗ്മെൻറ്റിനെ, ചെറിയ കഷ്ണങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ജീൻ എന്ന് വിളിക്കുക. സിംപ്ലി ജീൻ എന്ന് പറഞ്ഞാൽ എ സ്മോൾ ഫ്രാഗ്മെൻറ്റ് ഓഫ് DNA ആണ്. അതിലെന്തിനുള്ള ഇൻഫർമേഷൻ ഉണ്ടാവും? ഒരു പ്രോട്ടീൻ നിർമ്മിക്കാൻ ആവശ്യമായതോ ഒരു ഫങ്ഷണൽ RNA നിർമ്മിക്കാൻ ആവശ്യമായതോ ആയ ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസ് അടങ്ങിയ സ്മോൾ ഫ്രാഗ്മെൻറ്റ് ഓഫ് DNAനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ജീൻ എന്ന് വിളിക്കുന്നത്. ദീസ് ഇൻസ്ട്രക്ഷൻസ് ഡിറ്റർമിൻ ട്രെയ്റ്റ്സ്. ഈ ഇൻസ്ട്രക്ഷൻസ് സ്വഭാവങ്ങളെ, ട്രെയ്റ്റ്സ് എന്ന് പറഞ്ഞാൽ സ്വഭാവങ്ങളെ ഡിറ്റർമിൻ ചെയ്യുന്നു. ഇപ്പോൾ ചുരുണ്ട മുടി, പൂച്ചക്കണ്ണ്, അതൊക്കെ ഓരോ ട്രെയ്റ്റ്സ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. അതിനെ ഡിറ്റർമിൻ ചെയ്യുന്നു. ആൻഡ് ആർ പാസ്ഡ് ഡൗൺ ഫ്രം പാരൻസ് ടു ഓസ്പ്രിങ്സ്. മാത്രമല്ല അത് പാരൻസിൽ നിന്ന് ഓസ്പ്രിങ്സിലേക്ക്, അതായത് അടുത്ത തലമുറ അല്ലെങ്കിൽ കുട്ടികളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുക കൂടി ചെയ്യുന്നുണ്ട്. ജീൻസ് ആർ അറേഞ്ച്ഡ് ഓൺ ക്രോമസോംസ്. ഈ ജീൻസൊക്കെ എവിടെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്? ക്രോമസോമിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ ക്രോമസോം എവിടെയാണ് കാണുന്നത്? വിച്ച് ആർ ലൊക്കേറ്റഡ് ഇൻ ദ ന്യൂക്ലിയസ് ഓഫ് സെൽസ്. അപ്പോൾ ക്രോമസോം കാണുന്നത് സെല്ലിനുള്ളിലെ ന്യൂക്ലിയസിലാണ്. ഈ ജീൻസ് കാണുന്നത് ക്രോമസോമിനുള്ളിലാണ്. ഇത് നമ്മൾ ഡീറ്റെയിൽഡായിട്ട് ഇനി പഠിക്കുന്നുണ്ട് കേട്ടോ. ഇനി നെക്സ്റ്റ് നമുക്ക് അറിയേണ്ടത് എന്താണ് ജനറ്റിക്സ് എന്നാണ്. ജനറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റഡിയാണ് അല്ലെങ്കിൽ ബ്രാഞ്ച് ഓഫ് സയൻസ് ആണ്. എന്തിനെക്കുറിച്ചുള്ള സ്റ്റഡിയാണ്? ഹൗ ജീൻസ് ആൻഡ് ഹൗ ട്രെയ്റ്റ്സ് ആർ പാസ്ഡ് ഡൗൺ ഫ്രം വൺ ജനറേഷൻ ടു ദി നെക്സ്റ്റ്. ഒരു ജനറേഷനിൽ നിന്ന് അടുത്ത ജനറേഷനിലേക്ക് എങ്ങനെയാണ് ജീൻസ് ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്ന് പഠിക്കുന്ന ഒരു ശാസ്ത്രശാഖ അല്ലെങ്കിൽ സ്റ്റഡിയാണെന്ത്? ജനറ്റിക്സ് എന്ന് പറഞ്ഞാൽ. ഒന്നുകൂടി നോക്കാം. ജനറ്റിക്സ് ഈസ് ദ സ്റ്റഡി ഓഫ് ഹൗ ജീൻസ് ആൻഡ് ഹൗ ട്രെയ്റ്റ്സ്, ജീൻസും സ്വഭാവങ്ങളും എങ്ങനെയാണ് പാസ്ഡ് ഡൗൺ ഫ്രം വൺ ജനറേഷൻ ടു ദി നെക്സ്റ്റ്. അടുത്ത ജനറേഷൻ, ഒരു ജനറേഷനിൽ നിന്നും അടുത്ത ജനറേഷനിലേക്ക് എങ്ങനെയാണ് ജീനുകളും സ്വഭാവങ്ങളും കൈമാറ്റം ചെയ്യപ്പെടുന്നത് എന്നതിനെക്കുറിച്ച് പഠിക്കുന്ന ഒരു ശാസ്ത്രശാഖയാണ് ജനറ്റിക്സ് എന്ന് പറഞ്ഞാൽ. നമുക്കറിയാം ജനറ്റിക്സിൻ്റെ ഫാദർ എന്ന് പറഞ്ഞാൽ മെൻഡലാണ്. ഏത് മെൻഡൽ? ഗ്രിഗർ മെൻഡൽ. നമ്മുടെ പീ പ്ലാന്റിലൊക്കെ പരീക്ഷണം നടത്തിയിട്ടുള്ള മെൻഡലാണ് ജനറ്റിക്സിൻ്റെ ഫാദർ എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ് പേജിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് 2 സയൻറ്റിസ്റ്റിൻ്റെ ഫോട്ടോസാണ്. ഇവർക്ക് 2 പേർക്കും നോബൽ പ്രൈസ് കിട്ടിയവരാണ്. 2020 നോബൽ പ്രൈസ് കിട്ടിയ സയൻറ്റിസ്റ്റിനെയാണ് നമ്മൾ ഈ ചിത്രത്തിൽ കാണുന്നത്. ഇവരുടെ പേരെന്താണ്? ജെന്നിഫർ എ ഡൗഡ്നയും ഇമ്മാനുവൽ കാർപ്പൻറ്റിയറും. ഇവരുടെ പേരൊക്കെ വായിക്കാൻ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അല്ലേ, ഫോറിനേഴ്സ് അല്ലേ. അപ്പോൾ ഇവർ 2 പേരുമാണ് നോബൽ പ്രൈസ് കിട്ടിയത്. ഇവർക്ക് എന്തിനാണ് നോബൽ പ്രൈസ് കിട്ടിയതെന്ന് വെച്ചാൽ ജീൻ എഡിറ്റിംഗ് ടെക്നോളജി ഡെവലപ്പ് ചെയ്തതാണ്. എന്താണ് ജീൻ എഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ? ജീനിൻ്റെ ഘടനയിൽ മാറ്റം വരുത്താനുള്ള ടെക്നോളജി. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് സമൂഹത്തിന് ഗുണം ചെയ്യാം? ഈ ജീൻസാണ് ക്യാരക്ടറിനെ ഡിറ്റർമിൻ ചെയ്യുന്നത് നമുക്കറിയാം അല്ലേ. അപ്പോൾ ഈ ജീൻസിൻ്റെ അറേഞ്ച്മെൻറ്റിലുള്ള വ്യത്യാസം കൊണ്ടുണ്ടാകുന്ന പല അസുഖങ്ങളും ഉണ്ട്.
ഉണ്ട്. ഈ സിക്കിൾ സെൽ അനീമിയ, ഹീമോഫീലിയ, പിന്നെ ചിലതരം ക്യാൻസർ, ഇതെല്ലാം ജനിതക തകരാറ് മൂലം ഉണ്ടാകുന്ന അസുഖങ്ങളാണ്. അപ്പോൾ ഈ ജീൻ എഡിറ്റിംഗ് ടെക്നോളജിയിലൂടെ നമുക്ക് ഒരു പക്ഷേ ഭാവിയിൽ ഈ വക രോഗങ്ങളൊക്കെ ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കും എന്നാണ് പറയുന്നത്. പിന്നെ ഇവർക്ക് നോബൽ പ്രൈസ് കിട്ടിയത് ജീൻ എഡിറ്റിങ്ങിലാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ ഇവർ ജീൻ എഡിറ്റിംഗ് നടത്തിയത് ക്രിസ്പർ കാസ് എന്ന ഒരു ടെക്നിക്ക് വഴിയാണ് നടത്തിയത്. അപ്പോൾ ജീൻ എഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? സിംപ്ലി എന്താണ്? ജീനിൻ്റെ സീക്വൻസിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തുക, എന്നിട്ട് ഡിസൈഡ് ആയിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാക്കിയെടുക്കുക എന്നതാണ്. ഓക്കെ, ഈ ജനറ്റിക് എഞ്ചിനീയറിങ്ങിലൊക്കെയാണ് നമ്മളിത് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. അതായത് ഇപ്പോൾ ഒരു ചുരുണ്ട മുടി എന്ന് പറയുന്ന ഒരു ട്രെയ്റ്റ്, ഒരു ക്യാരക്ടർ, അതിനെ ഡിറ്റർമിൻ ചെയ്യുന്ന ജീനാണ് AABBCC എന്ന് അസ്യൂം ചെയ്യുക. ജസ്റ്റ് അസ്യൂം ചെയ്ത് ശരിയായ കാര്യമല്ല, ജസ്റ്റ് ഒന്ന് അസ്യൂം ചെയ്യുക. ഇതിൽ നമുക്ക് അതിന് പകരം ഈ AABBCCക്ക് പകരം ABBBCC എന്നാണ് വന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ ചുരുണ്ട മുടി എന്നുള്ള ഒരു ക്യാരക്ടർ ഓസ്പ്രിങ്സിൽ കാണില്ല. അപ്പോൾ നമ്മൾ ആ ജീനിനെ മാറ്റി, A കഴിഞ്ഞിട്ട് B എന്ന ജീനിനെ മാറ്റി പകരം A തന്നെ വയ്ക്കുക. അപ്പോൾ ജീനിൻ്റെ സീക്വൻസിൽ മാറ്റം വരുത്തിയില്ലേ? ഇത്തരം ചേഞ്ചസിനെയാണ് നമ്മൾ എന്താ പറയുക? ജീൻ എഡിറ്റിംഗ് എന്ന് പറയുന്നത്. പിന്നെ ഈ ജീൻ കാണപ്പെടുന്നത് മനുഷ്യരിൽ മാത്രമാണോ? അല്ല, മൃഗങ്ങളിലും കാണപ്പെടുന്നുണ്ട്, സസ്യങ്ങളിലും ഒക്കെ ജീൻസ് ഉണ്ട്. പക്ഷേ 2 ടൈപ്പുള്ള ജീവികളെ നമ്മൾ പഠിച്ചിട്ടില്ലേ ചെറിയ ക്ലാസ്സിലൊക്കെ? പ്രോകാരിയോട്ടിക് ഓർഗാനിസംസും യൂകാരിയോട്ടിക് ഓർഗാനിസംസും. എന്താണ് ഇവ തമ്മിലുള്ള ഡിഫറൻസ്? പ്രോകാരിയോട്ടിക് ആണെങ്കിൽ പ്രിമിറ്റീവ് ഓർഗാനിസംസ് ആണ്, അതിന് ഡെഫിനിറ്റ് ആയിട്ടുള്ള ന്യൂക്ലിയസ് ഉണ്ടായിരിക്കില്ല. ഇപ്പോൾ ഡെഫിനിറ്റ് ന്യൂക്ലിയസ് എന്ന് പറയുമ്പോൾ ഒരു ന്യൂക്ലിയർ മെംബ്രെയിനും ന്യൂക്ലിയോലസും ന്യൂക്ലിയോപ്ലാസവും ന്യൂക്ലിയർ പോൾസും എല്ലാം ചേർന്ന ഒരു വ്യക്തമായ ന്യൂക്ലിയസ് ഉള്ള ജീവികളെയാണ് നമ്മൾ എന്ത് വിളിക്കുക? യൂകാരിയോട്ട് എന്ന് വിളിക്കുക. പ്രോകാരിയോട്ടിനാണെങ്കിൽ ഇങ്ങനെ വ്യക്തമായ ഒരു ന്യൂക്ലിയസ് ഉണ്ടായിരിക്കില്ല. ഈ ജീൻ എഡിറ്റിംഗ് വഴി ഡിസൈഡ് ആയിട്ടുള്ള ചേഞ്ചസ് നമുക്ക് പ്ലാന്റ്സിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പ്ലാന്റ്സിൽ എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ഡിസീസ് റെസിസ്റ്റൻസ് ആയിട്ടുള്ള വെറൈറ്റീസൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക്, അല്ലെങ്കിൽ പെസ്റ്റ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള വെറൈറ്റീസൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ജീൻ എഡിറ്റിങ്ങിലൂടെ സാധിക്കും. അങ്ങനെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. നമ്മൾ BT കോട്ടൺ എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? BT കോട്ടൺ എന്ന് പറയുമ്പോൾ ഈ ബാസിലസ് തുരിഞ്ചൻസിസ് എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ ഉണ്ട്. അത് ഈ കോട്ടൺ പ്ലാന്റിനെ വല്ലാതെ അങ്ങോട്ട് എഫക്റ്റീവ് ആയിരുന്നു. അപ്പോൾ അതിന് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള കോട്ടൺ വെറൈറ്റീസ് ഡെവലപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് ഒരു കുട്ടിയെ കാണിച്ചിരിക്കുകയാണ്. ജീനനെ നമുക്ക് നേരെ കാണാൻ പറ്റുമോ? അത്രയും മൈന്യൂട്ടല്ലേ എന്നാണ് ആ കുട്ടി ചിന്തിക്കുന്നത്. ശരിയാണ്, ജീനനെ നമുക്ക് നേരെ കാണാൻ പറ്റില്ല. ജീനനെ പോയിട്ട് ക്രോമസോമിനെയോ ന്യൂക്ലിയസിനെ പോലും നമുക്ക് നേരെ നഗ്നനേത്രങ്ങൾ കൊണ്ട് നമുക്ക് കാണാൻ പറ്റില്ല. പിന്നെ എങ്ങനെയാണ് ഇതൊക്കെ എഡിറ്റ് ചെയ്യണം എന്നുള്ളതൊക്കെ നമ്മൾ പോകെ ചാപ്റ്ററിൽ പഠിക്കുന്നതായിരിക്കും. ഇനി നമുക്ക് നോക്കേണ്ടത് DNAയുടെ സ്ട്രക്ചർ അല്ലെങ്കിൽ ജീനിൻ്റെ സ്ട്രക്ചർ ആണ്. എവിടെയാണ് ഈ ജീൻ കാണുന്നത് അല്ലേ? എവിടെയാണ് ഈ ജീൻ കാണുന്നത്? നമുക്കറിയാം, ഒരു സെല്ലിൽ എന്തുണ്ട്? സെല്ലിന് മെയിനായിട്ട് 3 പാർട്ടുണ്ട്. സെൽ മെംബ്രെയിൻ ഉണ്ട്, സൈറ്റോപ്ലാസം ഉണ്ട്, ന്യൂക്ലിയസ് ഉണ്ട് അല്ലേ? ഇത് ന്യൂക്ലിയസിലാണ് മേജർ പാർട്ടും. ന്യൂക്ലിയസിലാണ് മേജർ പാർട്ടും ക്രോമസോം കാണുന്നത്. സാധാരണ ഒരു സെല്ലിൽ അതൊരു ക്രോമാറ്റിൻ ജാലിക പോലെയാണ്, ക്രോമാറ്റിൻ റെട്ടിക്കുലം പോലെയാണ് കാണപ്പെടുക. ഇത് സെൽ ഡിവിഷൻ്റെ സമയത്ത് മാത്രമാണ് അതൊരു കണ്ടൻസ് ചെയ്ത് ക്രോമസോമിൻ്റെ രൂപത്തിലേക്കാവുന്നത്. ഓക്കെ, ഈ ക്രോമാറ്റിൻ റെട്ടിക്കുലം കണ്ടൻസ് ചെയ്തിട്ടാണ് ഒരു ക്രോമസോമായിട്ട് മാറുന്നത്. ഈ ക്രോമസോമിലാണ് DNA ഇങ്ങനെ ചേർന്നിരിക്കുന്നത്. അതായത് DNA ചേർന്നിട്ടാണ് ക്രോമസോം ഉണ്ടാകുന്നത്. അതായത് DNAയിൽ നിന്ന് നമുക്കിങ്ങനെ ക്രോമസോമിൽ നിന്ന് നമുക്ക് DNA അഴിച്ചഴിച്ച് ഇങ്ങനെ എടുക്കാൻ പറ്റും. ഈ DNAയുടെ ചെറിയ ഫ്രാഗ്മെൻറ്റ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ജീൻ എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആണോ? ഒന്നുകൂടെ ഒന്ന് നോക്കിയേ, കണ്ടോ? ഇതൊരു സെല്ലാണ്. ഫസ്റ്റ് കാണിച്ചിരിക്കുന്നത് ഒരു സെല്ലാണ്. അതിൻ്റെ ന്യൂക്ലിയസ് കാണിച്ചിട്ടുണ്ട്, സെൻട്രലായിട്ട് ന്യൂക്ലിയസ് കാണിച്ചിട്ടുണ്ട്. ആ ന്യൂക്ലിയസിൻ്റെ ഉള്ളിലാണ് ക്രോമസോം കാണുന്നത്. ക്രോമസോം എന്ന് പറയുമ്പോൾ അപ്പം എന്താണ്? ഈ ക്രോമാറ്റിൻ റെട്ടിക്കുലം കണ്ടൻസ് ചെയ്ത ഫോമാണ് ക്രോമസോം. ഈ ക്രോമസോം ഒരെണ്ണം എടുത്ത് നോക്കുകയാണെങ്കിൽ അതിലിങ്ങനെ അഴിച്ചെടുക്കുകയാണെങ്കിൽ നമുക്കതിനെ DNA കാണാൻ പറ്റും. ഈ DNAയുടെ ചെറിയ ഫ്രാഗ്മെൻറ്റ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ജീൻ എന്ന് വിളിക്കുക. ആ ജീനിന് ഒരു പ്രത്യേക ക്യാരക്ടറിനെ ഡിറ്റർമിൻ ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കും. ഓക്കെ, ഇനി DNA സ്ട്രക്ചറിനെ നമ്മൾ വിളിക്കുന്നത് ഡബിൾ ഹെലിക്കൽ മോഡൽ എന്നാണ് വിളിക്കുക. ചുറ്റുഗോവണി മാതൃക അത് കണ്ടുപിടിച്ചത് അല്ലെങ്കിൽ അത് കൊണ്ടുവന്നത്, ഇൻട്രൊഡ്യൂസ് ചെയ്തത് വാട്സണും ക്രിക്കും ചേർന്നാണ്. ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കും ചേർന്നാണ് DNA ഡബിൾ ഹെലിക്കൽ മോഡൽ കണ്ടുപിടിച്ചത്. 1953 ഈ ഡബിൾ ഹെലിക്കൽ മോഡൽ ഫ്രാൻസിസും ക്രിക്കും വാട്സണും ക്രിക്കും ചേർന്ന് കണ്ടുപിടിച്ചത്. പക്ഷേ 1962 ഈ കണ്ടുപിടുത്തത്തിന് അവർക്ക് നോബൽ പ്രൈസ് കിട്ടിയത്. മെഡിസിനിലുള്ള നോബൽ പ്രൈസ് കിട്ടിയത് 1962.
ഇവരെ ഈ കണ്ടുപിടുത്തത്തിലേക്ക് നയിച്ചത് ഫോട്ടോ 51 എന്ന് പറയുന്ന ഒരു ഫോട്ടോ ആണ്. DNA ഒരു ഫോട്ടോ ആണ്. എക്സ്റേ ഡിഫ്രാക്ഷൻ വഴി എടുത്ത ഒരു ഫോട്ടോ ആണ് ഈ കണ്ടുപിടുത്തത്തിന് അവരെ സഹായിച്ചത്. ഈ റോസാലിൻഡ് ഫ്രാങ്ക്ലിൻ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് എടുത്ത എക്സ്റേ ഡിഫ്രാക്ഷൻ വഴി എടുത്ത DNA ഇമേജാണ് ഈ DNAയുടെ ഡബിൾ ഹെലിക്കൽ മോഡൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് വാട്സണെയും ക്രിക്കിനെയും സഹായിച്ചത്. ഈ റോസാലിൻഡ് ഫ്രാങ്ക്ലിൻ 37ാമത്തെ വയസ്സിൽ മരിച്ചുപോയി. ബാക്കി 3 പേർക്കുമായിട്ടാണ് നോബൽ പ്രൈസ് 1962 കിട്ടിയത്. അപ്പോൾ നമ്മൾ ഇന്ന് എന്താണ് പഠിച്ചത്? ജെനറ്റിക്സിനെ കുറിച്ചാണ് പഠിച്ചത്. ജെനറ്റിക്സ് എന്താണെന്ന് പഠിച്ചു, ജീൻ എന്താണെന്ന് പഠിച്ചു, ക്രോമസോം എന്താണെന്ന് പഠിച്ചു, ഈ ജീൻ എവിടെയാണ് കാണുന്നതെന്ന് പഠിച്ചു. ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കി അല്ലേ? അപ്പോൾ ഇത്രയും മതി ഇന്നത്തേക്ക്. കാരണം ഇത് കുറച്ച് ടഫ് പോർഷനാണ്. ഒരുപാട് അങ്ങ് പഠിച്ചാൽ നമുക്ക് ബോറടിച്ച് പോവും. അപ്പോൾ നമ്മൾ കൂടുതലും ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സസാണ് എടുക്കുന്നത്. നമ്മുടെ ക്ലാസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. അടുത്ത ഭാഗം അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.